ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒട്ടും റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് പിക്ക് ചെയ്യുന്നതിനും നമ്മളുടെ സ്കിൻ കെയർ റുട്ടീൻ കുറച്ച് ഈസി ആക്കുന്നതിനും ഈ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കൽ ഹെൽപ്പ് ചെയ്യും. സ്കിൻ കെയർ റുട്ടീന് വേണ്ടി മാത്രമല്ല, നമ്മളൊരു മേക്കപ്പ് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നതിന് പോലും നമ്മളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച അത്ര ടൈം അത് ലാസ്റ്റ് ചെയ്തൊന്നും വരില്ല. അല്ലെങ്കിൽ മേക്കപ്പ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ആൻഡ് ഹൗ ടു ഡിറ്റർമൈൻ യുവർ സ്കിൻ ടൈപ്പ്. ഈ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾക്കറിയാം നമ്മൾ യുണീക്ക് ആണെന്നുള്ളത്. എന്നാൽ നമ്മൾ യുണീക്ക് ആണെങ്കിൽ പോലും മറ്റുള്ളവരായിട്ടൊരു കോമൺ ഫാക്ടർ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കോമൺ ഫാക്ടറാണ് ഈ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 5 ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ആണുള്ളത്. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഈ 5 ടൈപ്പിലാണ് നമുക്ക് സ്കിൻ ടൈപ്സ് വരുന്നത്. ഇതിൽ നമുക്ക് ഓയിൽ സ്കിന്നിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ സ്കിന്നുള്ള ആളുകൾക്ക് പൊതുവെ ആക്നേസിന് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഫേസിൽ വിസിബിൾ ആയിട്ട് തന്നെ ഓപ്പൺ പോൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഈ വക കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ അവർക്ക് എപ്പോഴും കുറച്ച് ഷൈനി ഗ്രീസി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആളുകൾ ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഒക്കെ ഉള്ള ക്ലെൻസർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓയിൽനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കുറച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ട് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് അപ്പോൾ ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. ഇനി ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫേസ് എപ്പോഴും ഭയങ്കര ടൈറ്റ് ആയിട്ട് റഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ കുറച്ച് വൈറ്റ് പാച്ചസ് കാര്യങ്ങളൊക്കെ അവരുടെ ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ കുറച്ച് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഹൈലൂറോണിക് ആസിഡ് കണ്ടന്റുള്ള മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഡ്രൈനെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോമ്പിനേഷൻ സ്കിൻ. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിന്റെയും ഓയിലി സ്കിന്നിന്റെയും കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകളുടെ ടീ സോൺ എന്ന് പറയുന്നത് കുറച്ച് ഓയിലി ആയിട്ടും ഈ ചീക്ക് ഏരിയ കുറച്ച് ഡ്രൈ ആയിട്ടുമായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത ചില ആളുകൾക്ക് ടീ സോൺ കുറച്ച് ഡ്രൈ ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ചീക്കിന്റെ ഏരിയ ഒക്കെ ഭയങ്കര ഓയിലി ആയിട്ടും കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഓയിൽനെസ്സും ഡ്രൈനെസ്സും ഒരേപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അഫോർഡബിൾ റേറ്റിൽ കുറേ കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നതാണ് നോർമൽ സ്കിൻ. ഈ നോർമൽ സ്കിന്നുള്ള ആളുകളാണ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ആളുകൾ. കാരണം അവരുടെ സ്കിന്നിന് എക്സ്ട്രാ കെയറിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ സ്കിൻ ഓൾറെഡി ഒരു ബെറ്റർ ആയിട്ടായിരിക്കും അവരുടെ സ്കിൻ ഉണ്ടാവുക. അവരുടെ സ്കിൻ കുറച്ച് സ്മൂത്ത് ആയിരിക്കും. പിന്നെ അതുപോലെ കുറെ ആക്നീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ബ്ലാക്ക് ഹെഡ്സ് കാര്യങ്ങളും ഉണ്ടാവില്ല. അവരുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നോർമൽ സ്കിന്നുള്ള ആളുകൾ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ മാത്രം ഫോളോ ചെയ്താൽ മതിയാവും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്ട്സ് ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങിച്ച് എക്സ്പെരിമെന്റ് നടത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആക്റ്റീവ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് വരുന്നതാണ് നമ്മളുടെ സെൻസിറ്റീവ് സ്കിൻ. ഈ സെൻസിറ്റീവ് സ്കിന്നാണ് ഉള്ളത് കുറച്ച് കുഴപ്പം പിടിച്ചൊരു സ്കിൻ ടൈപ്പ്. കാരണം ഈ ഒരു സ്കിൻ ടൈപ്പുള്ള ആളുകൾ കുറച്ചധികം അവരുടെ അവരുടെ സ്കിന്നിനെ പാമ്പർ ചെയ്യേണ്ടി വരും. കാരണം അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ആയിട്ടും അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ഫേസിൽ ഭയങ്കര റെഡ്നെസ്, ഇറിറ്റേഷൻ, ഇച്ചിനെസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഒരു പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന്റെ സജഷൻ തേടുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ബെറ്റർ ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. മാർക്കറ്റിൽ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇറങ്ങുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പുതിയത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ആക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ 5 എണ്ണമാണ് സ്കിൻ ടൈപ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് ഹൗ ടു ഡിറ്റർമൈൻ യുവർ സ്കിൻ ടൈപ്പ്.
അപ്പോൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള പണിയല്ല, ഒരുപാട് പ്രയാസമുള്ള പണിയല്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മളൊരു മിററിൽ നോക്കി നമുക്ക് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് വെച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഓയിൽ സ്കിന്നുള്ള ആളുകളുടെ നോക്കാം. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയുന്നതിന് ആദ്യം തന്നെ നിങ്ങളൊരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഹാഷായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് കുറേ നേരത്തേക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ നടക്കാതിരിക്കും. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ട് ഏതാ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ നന്നായിട്ട് ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് പാഡ് ഡ്രൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ AC ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ റൂമിൽ ഓരോ പ്രോഡക്റ്റ്സും അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ ഇരിക്കണം. AC ഉള്ള റൂമിൽ ഇരിക്കാൻ പാടില്ല. കാരണം ഈ AC ഉള്ള റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ പൊതുവെ കുറവായിരിക്കും. നമ്മുടെ സ്കിൻ കുറച്ച് സ്മൂത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ഒരു മിററിൽ നോക്കി അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫേസിന്റെ ഈ ഒരു ഏരിയ, നിങ്ങളുടെ ഫേസിന്റെ ഫുൾ പോർഷൻ ഭയങ്കര ഷൈനി ആയിട്ട് ഡ്യൂ ആയിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഓയിലി സ്കിന്നാണ്. അതല്ല നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ഭയങ്കര റഫായിട്ട് ഒട്ടും മോയ്സ്ചർ ഇല്ലാതെ ഇരിക്കുന്നത് നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ ചില ഭാഗത്ത് കുറച്ച് ഓയിൽ കണ്ടന്റ് ഉണ്ട്, ചില ഭാഗത്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്, അങ്ങനെ രണ്ടും കൂടി മിക്സ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓയിൽനെസ്സും ഇല്ല, ഡ്രൈനെസ്സും ഇല്ല, ഫേസ് കുറച്ച് സ്മൂത്ത് ആയിട്ട് നോർമലായിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോർമൽ സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് കാണാൻ നോർമലായിട്ട് ഉണ്ടാവുമെങ്കിൽ പോലും അവർക്ക് കുറച്ച് ഇറിറ്റേഷൻ, ഇച്ച്നെസ്, റെഡ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്ന് ഈ ഒരു ടെസ്റ്റിൽ നോക്കുമ്പോൾ മിക്കപ്പോഴും നോർമലായിട്ടായിരിക്കും കാണാൻ പറ്റുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണോ അതല്ല മറ്റേതെങ്കിലും സ്കിന്നാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഇനി അതല്ല ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങളുടെ ആ ടിഷ്യൂ ഫേസിൽ ഇങ്ങനെ വച്ച് നോക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഫേസിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ ഓയിൽ കണ്ടന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓയിൽ സ്കിൻ ആയിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ ഫേസിലും ഓയിൽ കണ്ടന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾ ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ ചില ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഓയിൽ കണ്ടന്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ചില ഭാഗത്ത് തീരെ ഓയിൽ കണ്ടന്റ് ഇല്ലാണ്ടായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. നോർമൽ സ്കിന്നുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഓയിൽനെസ്സോ ഡ്രൈനെസ്സോ തോന്നത്തില്ല. നിങ്ങളുടെ ഫേസിൽ വച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോർമൽ സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് ഒരിക്കലും ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് വെച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ കണ്ടുപിടിച്ച സ്കിൻ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാ ടൈമിലും നിൽക്കണമെന്നില്ല. കാരണം സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഏജ്, ഹെൽത്ത്, നമ്മളുടെ ഡയറ്റ്, സീസൺ, ഇതൊക്കെ അനുസരിച്ച് നമ്മളുടെ സ്കിൻ ടൈപ്പിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഒരു മെജോറിറ്റി ടൈമിലും എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും ഒരു വിന്റർ സീസൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. കാരണം എൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ നല്ല ഡ്രൈ ആവും, ഈ ചീക്കിൻ്റെ ഏരിയ നല്ലപോലെ ഡ്രൈ ആവും, ഈ നെറ്റി നമ്മുടെ ഈ ടീ സോൺ മാത്രമാണ് എൻ്റെ ഓയിലി ആയിട്ട് ഇരിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അത് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം മിക്ക ആളുകൾക്കും അവരുടെ ഈ സ്കിൻ ടൈപ്പിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മളുടെ ഫേസിൽ, നമ്മളുടെ സ്കിൻ ടൈപ്പിലൊക്കെ റിഫ്ലക്ട് ചെയ്യും. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്തുകൊണ്ടാണ് ചേഞ്ച് ആവുന്നതെന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലും അതുപോലത്തെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരു നല്ല സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഞാൻ ഈ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.